മെൻസ്ട്രൽ സൈക്കിളിനൊരു പോസ് വരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, മിനോപോസ് എന്നാണ് പറയാം. ഈ മിനോപോസ് തുടങ്ങുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ സ്ത്രീകൾ കാണിക്കാറുണ്ട്. പലപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പം അവരത് തിരിച്ചറിയാറില്ല, ഇത് ഈ മെൻസസ് നിൽക്കാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് എന്നുള്ളത്. ആ ഒരു കാലയളവിൽ മിനോപോസ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതിൽ വരുന്ന കാലയളവിൽ സ്ത്രീകൾ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മെൻസ്ട്രുവൽ ഫ്ലോ കൂടുതലാണെന്ന്. എന്നാൽ മറ്റ് കുറേ സ്ത്രീകൾ പറയും എനിക്ക് മെൻസ്ട്രുവൽ ഫ്ലോ കുറവാണ് എന്ന്. ചിലർ ഡ്യൂറേഷൻ കൂടി എന്ന് പറയും, ചിലർ ഡ്യൂറേഷൻ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു എന്ന് പറയും. ഇതൊക്കെ ആ ഒരു സമയത്ത് കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അറിയോ? അവരുടെ ശരീരത്തിലെ ഈ ഹോർമോൺ ലെവലിൽ ഉണ്ടാകുന്ന മാറ്റവ്യതിയാനത്തിനനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു കാലയളവിൽ കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ശരീരമൊക്കെ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന പോലത്തെ ഒരു ചൂട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഹോട്ട് ഫ്ലഷസ് എന്നാണ് പറയാം. അതുപോലെ തന്നെ രാത്രി വല്ലാത്ത വിയർക്കുന്ന സാഹചര്യങ്ങൾ, ഇത് നമ്മുടെ ഹോർമോണിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വരുന്നതാണ്. ഇത് ചിലപ്പോൾ കുറച്ച് കാലയളവോളം നിൽക്കുന്നൊരു പ്രശ്നം കൂടിയാട്ടോ. ചിലർക്ക് 1, 2, 3 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്നൊരു കാലയളവുണ്ട്. ചിലപ്പോൾ മെനോപോസ് കഴിഞ്ഞും കുറച്ചങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് അമിത വണ്ണുള്ളവരാണെങ്കിൽ നിങ്ങൾ വണ്ണം കുറക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുക. ഇത്തരം പ്രശ്നം കൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ ആരോഗ്യ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ലൈംഗികമായി ബന്ധപ്പെടുമ്പം വല്ലാതെ വേദന അനുഭവപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അത് ഈ വജൈനൽ ഡ്രൈനെസ്സിനോണ്ടാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, ക്രീംസൊക്കെ ലഭ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ലക്ഷണമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ TV, സ്ക്രീൻ ഇതൊക്കെ ഉറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഓഫാക്കി വെക്കുക. പിന്നെ കോഫിയൊക്കെ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 3:30 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോഫി കഴിക്കരുത്. നിങ്ങൾ ഉറക്കത്തെ അലയട്ടെ. പിന്നെ നിങ്ങൾ തലയിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു രാത്രി ഭക്ഷണത്തിന് മുമ്പ് തന്നെ സോൾവ് ചെയ്ത് അത് നിങ്ങൾ തലച്ചോറിന്ന് തന്നെ അങ്ങോട്ട് മാറ്റി എഴുതുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഉറക്കക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം, ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ വരെ അനുഭവിച്ചുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, അങ്ങോട്ട് വയലൻ്റ് ആവുന്ന സ്വഭാവം, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മുഖക്കുരൊക്കെ നിങ്ങൾക്ക് കൗമാരപ്രായത്തിലുണ്ടായ ആ ഒരു മുഖക്കുരു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചിലവർക്ക് ചില രോമങ്ങളൊക്കെ വളർന്നു വരാനുള്ള സാധ്യതയും ഈ ഒരു സാഹചര്യത്തിലുണ്ട്. ഈ ഒരു കാലയളവിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം ഇറിറ്റബിൾ ബowel സിൻഡ്രോമാണ്. പെട്ടെന്ന് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകാൻ തോന്നുക, ചിലപ്പോൾ പോകാത്തൊരവസ്ഥ വരിക, പോയി കഴിഞ്ഞാൽ പോയില്ല എന്നുള്ള തോന്നലുണ്ടാവുക, മൂത്രം കൂടുതൽ ഒഴിക്കുന്ന സാഹചര്യങ്ങൾ, മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൂടുതൽ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ മിനോപോസിൻ്റെ ഈ ഒരു സമയത്ത് എത്തില്ലെന്നൊരു സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം ഓർമ്മക്കുറവാണ്. കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാനും മുമ്പ് ഓർത്ത പലതും മറന്നു പോകുന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ പിന്നെ ഈ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുന്നതാണ് കേട്ടോ. ഭൂരിഭാഗം പേർക്കും, വളരെ അപൂർവ ആൾക്കാർക്ക് അവർക്ക് ഇത് കഴിഞ്ഞ് തുടരുന്ന സാഹചര്യം ഉണ്ടാവാറുള്ളൂ. തീർച്ചയായും ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് ചോദ്യങ്ങൾ പലർക്കും ചോദിക്കാനുണ്ടാവും. മടിച്ച് നിൽക്കേണ്ട, ചോദിക്കുന്നതാണ്. ഓക്കെ, ബൈ.